തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കുന്നു. തകരാർ പരിഹരിച്ച ശേഷമാണ് ഹാങ്ങറിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നത്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാറ് മൂലം കുടുങ്ങിയ വിമാനം, ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 തിരികെ പറക്കുകയാണ്. ബി ഹാങ്ങറിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. തകരാർ പരിഹരിച്ച ശേഷമാണ് ഇപ്പോൾ തിരികെ പോകുന്നത്. ഈ വിമാനം കഴിഞ്ഞ ഒരു മാസക്കാലമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ വിമാനം ബ്രിട്ടനിൽ നിന്നും വിദഗ്ധരെത്തിയാണ് വിമാനത്തിൻ്റെ തകരാറുകൾ, കേടുപാടുകളെല്ലാം പരിഹരിച്ച് ഇപ്പോൾ വിമാനം തിരികെ പറക്കാനായി ഒരുങ്ങുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കുകയാണ്. തകരാർ പരിഹരിച്ച ശേഷമാണ് ഹാങ്ങറിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നത്. ഈ വിമാനം ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ വഴിവെച്ചിരുന്നു. ഇപ്പോൾ ചന്തു ചന്ദ്രശേഖരാണ് നമുക്കൊപ്പം ചേരുന്നത്. ചന്തു, എന്തായാലും F-35 ഇപ്പോൾ കേരളത്തിനോട് വിട പറയുകയാണ്, തിരുവനന്തപുരത്തിനോട് വിട പറയുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് അവിടെ നിന്നും നൽകാനുള്ളത്? സ്വാതി, കഴിഞ്ഞ ജൂൺ 14 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് പുറത്തേക്കിറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന്റെ തകരാർ പരിഹരിച്ചതിന് ശേഷമാണ് ഈ F-35B ഇപ്പോൾ പുറത്തേക്കിറക്കിയിരിക്കുന്നത്. ഇന്നൊരു പറക്കലിന്, അതായത് ഒരു മടക്കയാത്രയ്ക്ക് ഇന്ന് സാധ്യതയുണ്ടോ എന്ന് വ്യക്തമല്ല. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഒക്കെ ക്ലിയറൻസ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ക്ലിയറൻസ് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മടക്കയാത്ര എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ തകരാർ പരിഹരിച്ചതിന് ശേഷം, നേരത്തെ ഈ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാറായിരുന്നു പ്രധാനമായും ഈ വിമാനത്തിന് തിരിച്ച് പറക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഒരു വിദഗ്ധ സംഘം ഇവിടെ എത്തി ഈ F-35B പരിശോധിച്ചു. ആ വിദഗ്ധ സംഘത്തിന് ഈ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ശേഷം കഴിഞ്ഞ 6-ാം തീയതിയാണ് എയർബസ് 400, അതായത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് 400 എന്ന കൂറ്റൻ വിമാനത്തിൽ ഒരു 17-അംഗ വിദഗ്ധ സംഘം കൂടി തിരുവനന്തപുരത്ത് എത്തുകയും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ പരിശ്രമം നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി യന്ത്ര തകരാറൊക്കെ പരിഹരിച്ച് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഹാങ്ങറിൽ നിന്നും പുറത്തിറക്കി ഹാങ്ങറിന് സമീപത്തേക്ക് ഈ റൺവേയിലേക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു ടേക്ക് ഓഫ്, അതായത് ഒരു പരീക്ഷണ പറക്കൽ ചിലപ്പോൾ ഇവിടെ നടത്താനുള്ള സാധ്യതയുണ്ട്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ എയർ ഇന്ത്യയോ ഈ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനോ ഒന്നും നൽകിയിട്ടില്ല. യന്ത്ര തകരാർ പൂർണ്ണമായി പരിഹരിച്ചു, അതിൽ അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട്. അല്ലെങ്കിൽ നേരത്തെ അത്തരത്തിലൊരു പരീക്ഷണ പറക്കൽ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു പരീക്ഷണ പറക്കലിന് സാധ്യതയുണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ക്ലിയറൻസ് ലഭിച്ചതിന് ശേഷം ഇവിടെ നിന്നും മടങ്ങിപ്പോകും. 14-ാം തീയതി മുതൽ, കഴിഞ്ഞ ജൂൺ 14-ാം തീയതി മുതൽ ഇവിടെ തുടരുന്ന വിമാനമാണ്. മാത്രമല്ല വളരെ സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വിമാനമാണ്. ഹൈ സുരക്ഷയായിരുന്നു ഈ വിമാനത്താവളത്തിൽ F-35ക്ക് നൽകിയിരുന്നത്. മാത്രമല്ല വലിയൊരു വാടകയും, ദിവസം 25,000 രൂപയോളം വാടക എയർ ഇന്ത്യക്ക് ബ്രിട്ടീഷ് വ്യോമസേന നൽകുന്നുണ്ട്. ആ വകയിൽ തന്നെ ഏകദേശം 8 ലക്ഷത്തോളം. ശരി ചന്തു, എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B ഹാങ്ങറിൽ നിന്നും പുറത്തിറക്കുകയാണ്. അല്പസമയത്തിനകം തിരികെ പറക്കാൻ ഒരുങ്ങുകയാണ് F-35.